ഇപ്പോൾ കേസുവിന്റെ സംസ്ഥാന അധ്യക്ഷൻ നമ്മളോടൊപ്പം ചേരുകയാണ്, അലോഷ്യസ് സേവ്യർ. അലോഷി, ഇതൊരു വ്യാപക ക്യാമ്പയിനെ നിങ്ങൾ ഏറ്റെടുക്കുക? തീർച്ചയായിട്ടും. കാരണം കഴിഞ്ഞ 1-2 ആഴ്ചക്കാലമായി കേരളത്തിന്റെ തെരുവീഥികളിൽ സമരം ചെയ്യുന്ന KSUക്കാരുടെ തലയടിച്ച് പൊളിക്കുന്ന പിണറായി പോലീസിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ പാലക്കാട് നടന്ന സമരത്തിൽ വനിതാ പ്രവർത്തകരുടെ മുടിക്കുത്തിന് പോലും പിടിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു. കഴിഞ്ഞ 9 വർഷക്കാലമായി കേരളത്തിന്റെ കസ്റ്റഡികളിൽ 16 ആളുകളാണ്, സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ് കൊല ചെയ്യപ്പെട്ടത്. എവിടെ മനുഷ്യാവകാശം? എവിടെ ഞങ്ങളുടെ മനുഷ്യാവകാശ ലംഘനം നശിക്കപ്പെടുകയാണ്? കേരളത്തിന്റെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ജനമൈത്രി പോലീസ് സ്റ്റേഷനുകൾ കൊലമൈത്രി പോലീസ് സ്റ്റേഷനുകളായി മുന്നോട്ട് പോകുമ്പോൾ സാധാരണക്കാരന്റെ അഭയമാകേണ്ടുന്ന പോലീസ് സ്റ്റേഷനുകളിൽ ഞങ്ങൾക്ക് നീതി ലഭിക്കാതെ വരുമ്പോൾ ഞങ്ങൾ മറ്റെന്ത് മാർഗം സ്വീകരിക്കണം? അടുത്ത ഘട്ട പ്രതിഷേധം എന്തായിരിക്കും? ഞങ്ങൾ സെക്രട്ടറിയിലേക്കാണ്, ഭരണസ്ഥിരാകേന്ദ്രമായിട്ടുള്ള സെക്രട്ടറിയിലേക്കാണ് ഞങ്ങളുടെ പോരാട്ടം. ഇവിടുത്തെ സർക്കാരിന്റെ കണ്ണു തുറക്കണം. 9 വർഷക്കാലമായി അധികാരത്തിലിരുന്ന പിണറായി വിജയൻ വെറും പടുവാഴിയായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അതാണ് കേസുവിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഇക്കാര്യത്തിൽ പറയാനുള്ളത്. അതായത് കടുത്ത പ്രതിഷേധം അത് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകും. ആ പ്രതിഷേധം തെരുവിലേക്ക് കടക്കുന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നതും. ഏതായാലും KSU പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടില്ല. നിയമസഭയിലെ അവരുടെ മാർച്ച്, അതിനുശേഷം അവർ സെക്രട്ടേറിയറ്റ് ലക്ഷ്യമാക്കിക്കൊണ്ട് പോവുകയാണ്. പോകുന്ന വഴിയിൽ അവർ ഫ്ലെക്സുകൾ നശിപ്പിക്കുന്നു. പോലീസ് സർക്കാരിന്റെ ഫ്ലെക്സുകൾ നശിപ്പിക്കുന്നുണ്ട്. പോലീസിന്റെ താൽക്കാലിക ബാരിക്കേഡ് അടക്കമുള്ള കാര്യങ്ങൾ അതും നശിപ്പിച്ചു. വനിതാ KSU പ്രവർത്തകരെ അടക്കം നമുക്ക് ഇവിടെ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആ രീതിയിൽ ഒരു വലിയ പ്രതിഷേധം, ഒരു അപ്രതീക്ഷിത പ്രതിഷേധം സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് അവർ നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് ഇപ്പോൾ നടന്നെടുക്കുകയാണ് KSU പ്രവർത്തകർ. സ്വാഭാവികമായും അവിടെ പ്രതിരോധം ഉണ്ടാകും, അവിടെയും പോലീസിന്റെ പ്രതിരോധം തീർക്കലുണ്ടാകും. അങ്ങനെ ഒരു വ്യാപക സമരത്തിലേക്ക്, ഒരു വ്യാപക പ്രതിഷേധ രീതിയിലേക്ക് KSU പ്രവർത്തകർ കടക്കുകയാണ്. അപ്രതീക്ഷിതമായിരുന്നു അവരുടെ ഈ നീക്കം. ഇപ്പോൾ ദൃശ്യങ്ങൾ നമുക്ക് സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഫ്ലെക്സ് ബോർഡുകളടക്കം തകർക്കുന്ന KSU പ്രവർത്തകരെ കാണാൻ സാധിക്കും. അത്രത്തോളം അക്രമാസക്തമായി പോകുന്ന ഒരു പ്രതിഷേധ മാർച്ച്, പോലീസിനെതിരെയുള്ള പ്രതിഷേധ മാർച്ച് അത്രത്തോളം അക്രമാസക്തമാകുന്ന രീതിയിലേക്കും കാര്യങ്ങൾ പോകുന്നു. ഏതായാലും തെരുവിലാണ് KSUവിന്റെ പ്രതിഷേധം. കഴിഞ്ഞ 1.5 മണിക്കൂറിലധികം സമയം അവർ തെരുവിൽ പ്രതിഷേധിക്കുകയാണ്. പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് പാഞ്ഞടക്കുന്ന KSU പ്രവർത്തകരെ കാണാൻ സാധിക്കും. ഒരു പക്ഷേ നിയമസഭയിൽ മാത്രം ഒതുങ്ങാതെ പ്രതിഷേധം തെരുവിലേക്ക് കൂടി എത്തിക്കുന്നതിന്റെ ഭാഗമാണ് ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റിനകത്തേക്ക് ആ താൽക്കാലിക ബാരിക്കേഡുകൾ പോലീസിനെ മറികടന്ന് വലിച്ചെറിയുന്ന KSU പ്രവർത്തകരെ കാണാൻ സാധിക്കും. അപ്പോൾ ആ പ്രതിഷേധം ആ രീതിയിലൊരു രാഷ്ട്രീയ ക്യാമ്പയിനപ്പുറത്തേക്ക് പോലീസിന്റെ ഗാർഡൊക്കെ പിടിച്ചു വാങ്ങി അടിച്ചു പൊട്ടിക്കുന്ന KSU പ്രവർത്തകരെ കാണാൻ സാധിക്കും. അത്രത്തോളം പ്രതിഷേധം കൈവിട്ടിരിക്കുന്നു, അക്രമാസക്തമായിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ പാളയത്ത് നിന്ന്, അതായത് നിയമസഭാ ഗേറ്റിന് മുൻപിൽ നിന്ന് പോലീസിന്റെ ഗാർഡ് അത് പിടിച്ചു വാങ്ങി അടിച്ചു പൊട്ടിക്കുന്ന KSU പ്രവർത്തകരെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. എടുത്തുകൊണ്ടുവന്ന താൽക്കാലിക ബാരിക്കേഡ് സെക്രട്ടേറിയറ്റിനകത്തേക്ക് ഇടുന്നു. ഇതൊരു പക്ഷേ ഒരു വലിയ പോലീസ് ആക്ഷനിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം പോലീസ് വന്ന് ബലം പ്രയോഗിച്ചവരെ പിടിച്ചു നീക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഏതായാലും നിയമസഭയിൽ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്ററോളം നടന്ന് സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് സമരമെത്തി. പോലീസിന്റെ ഗാർഡ് ഉൾപ്പെടെ പിടിച്ചു വാങ്ങിയത് അടിച്ചു പൊട്ടിച്ച് ഈ കൊണ്ടുവന്ന താൽക്കാലിക ബാരിക്കേഡുകൾ സെക്രട്ടേറിയറ്റിനകത്തേക്ക് വലിച്ചെറിഞ്ഞ് ആ രീതിയിലുള്ള പ്രതിഷേധം അത് KSUവിന്റെ ഭാഗത്ത് പോലീസ് ആക്ഷൻ ആരംഭിച്ചിരിക്കുന്നു. ഈ സെക്രട്ടേറിയറ്റിന് മുൻപിൽ നിന്നും ആളുകളെ പിടിച്ചുകൊണ്ട് പോകുന്ന ആളുകളെ KSU പ്രവർത്തകരെ നീക്കം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. പക്ഷേ സെക്രട്ടേറിയറ്റിലെ ഇവരുടെ പ്രതിഷേധം അത് പോലീസിനെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിരുന്നു. കാരണം അവർ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഈ ഗാർഡ് തകർത്ത പ്രവർത്തകരെ അടക്കം പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.